അപ്പോൾ നമ്മുടെ ബാലാജി വീണ്ടും എത്തിയിരിക്കുന്നു നിറയെ വിശേഷങ്ങളുമായി അല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ താങ്ക് യു ചേട്ടാ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ്റെ. അപ്പോൾ എന്തായാലും അടുത്ത സെഗ്മെന്റ് സവാരി ഗിരിഗിരിയാണ്. ഇതിൽ 4 ചോദ്യങ്ങളാണ്. തുടങ്ങിയാലോ? തുടങ്ങാം ചേട്ടാ. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. അച്ചുവിൻ്റെ മകൾ മുത്ത് SSLC പാസ്സായത് എത്ര മാർക്കിലാണ്? എ സെക്കൻഡ് ക്ലാസ്, ബി ഡിസ്റ്റിങ്ഷൻ, സി ഫസ്റ്റ് ക്ലാസ്. ഇവിടെയും ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ വേണം. ഡിസ്റ്റിങ്ഷൻ ഒന്നും അന്നില്ല. ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നാണ്. സെക്കൻഡ് ക്ലാസ് അല്ല, കാരണം സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആഘോഷിക്കേണ്ട കാര്യമില്ല, സ്വർണ്ണ മെഡൽ കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. സി ഫസ്റ്റ് ക്ലാസ്. ഞാൻ എടുത്തിട്ട് പൂട്ടി. അതെ, ബാലാജിയെ വെച്ച് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ പടം വിജയിക്കും എന്നൊരു കേൾവിയുണ്ട്. അതെന്താണത്? ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങും. അത് ഒരു സമയത്ത് ഞാൻ കൂടെ ഭാഗവാക്കായ ചില സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ 50 കോടി ക്ലബിൽ മുകളിൽ പോയി. അപ്പോൾ ഈ ട്രോളേഴ്സിന് എന്തെങ്കിലും വേണമല്ലോ, ഒരു വാർത്ത സൃഷ്ടിക്കണമല്ലോ. അങ്ങനെ അവരതിനൊരു ഈ പടങ്ങളിലൊക്കെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നോക്കിയപ്പോൾ ഞാനുണ്ട് ഈ സിനിമകളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇയാളെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ 50 കോടിയിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ അടിച്ചിറക്കി. അങ്ങനെ ഒരു സംഭവം. അത് എൻ്റെ ഭാഗ്യമാണ്, അല്ലാതെ അല്ല. ഞാൻ ചോദിക്കുന്നത് സ്വന്തമായിട്ട് ഇറക്കിയാണോ? അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എവിടെ കയറി. ഇപ്പൊ ഇവിടെ എല്ലാരും സെൽഫ് പ്രൊമോഷൻ. കാരണം എന്തുണ്ടെങ്കിലും എടുത്ത് അങ്ങോട്ട് എറിയ യൂട്യൂബ് കിട്ടുന്ന കഴിഞ്ഞ് പോരട്ടെന്നാണ്. ഗൂഗിളിൽ നിന്ന് കിട്ടുമല്ലോ പൈസ, ഡോളർ കിട്ടും. എല്ലാവർക്കും ചാനലുണ്ട്. എനിക്കും ഉണ്ട് ഒരു ചാനൽ, യൂട്യൂബിലുണ്ട്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പൊ 65,000 അങ്ങനെ എന്തുണ്ടായി. ഒരേ കിട്ടാൻ തുടങ്ങിയോ? ചെറിയ വരുമാനം. കാരണം ഈ കൊറോണ സമയത്ത് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക്. സത്യം അതാണ്. കാരണം അവിടാണ് ഞാനും തുടങ്ങിയത്. കാരണം അതുവരെ ഇത്രയും നാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയോ ഒന്നുമില്ല. എനിക്ക് നേരത്തെ ആകാമായിരുന്നു. കാരണം ഞാൻ 42 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞാൻ ഈ പാടി ഓരോ കമ്പനിക്ക് കൊടുത്തു. ഓരോ കമ്പനികൾ, അതായത് ഫോർ എക്സാമ്പിൾ രഞ്ജിനി ഗ്യാസസ്, പിന്നെ അങ്ങനെ നിരവധി കമ്പനികൾക്ക് ഞാൻ എൻ്റെ പാട്ട് പാടിക്കൊടുത്തു. പക്ഷേ എൻ്റെ കമ്പനി തുടങ്ങിയിട്ട് പോലും, MG സൗണ്ട്സ് ആൻഡ് ഫ്രെയിംസ് തുടങ്ങിയിട്ട് പോലും ഞാൻ പാട്ടിൻ്റെ പാടി അങ്ങ് കൊടുക്കുന്നു, വിൽക്കുകയാണ്. പിന്നാണ് ഈ നമ്മുടെ ഈ എന്താണ് യൂട്യൂബിൻ്റെ ഇത് അറിയുന്നതും അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നു എന്നറിയുന്നത്. അതൊരു വലിയ സംഭവം. അതേ പാട്ട് ചേട്ടനെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ചേട്ടന് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം ഞാൻ പാടിയ പാട്ടുകൾ, അതായത് ഞാൻ സിനിമയിലെ അല്ല, മനസ്സിലായി, ഡിവോഷണലായിട്ട് ഞാൻ പാടിയ, ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടുകൾ, ഞാൻ എൻ്റെ സംഗീതത്തിൽ ഞാൻ പാടിയ പാട്ടുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറേ എമൗണ്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ആ കാര്യം ഇപ്പോൾ ആൾക്കാർ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നെടുത്ത് ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നല്ലതുമുണ്ട് ചീത്തയുണ്ട്. തീർച്ചയായിട്ടും രണ്ടുമുണ്ട്. അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ചതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, ലൈക്ക് വരുന്നതും റവന്യൂ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഹെഡ്ലൈൻ, MG ശ്രീകുമാറിന് കൊറോണ സമയത്ത് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വീട്ടിലിരുന്ന് പാട്ടുണ്ടാക്കി. അതാണ് സംഭവം. കണ്ടന്റ് വീട്ടിലിരുന്ന് കുറെ പാട്ടുണ്ടാക്കി പാടി. ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം റീമിക്സ് ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിന്റെ ചോദ്യം എന്ത് സംഭവിച്ചു ചേട്ടാ? ഞാനേ അതിന് എത്ര ലൈക്ക് വന്നെന്നറിയാം? 78K. ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ എഴുതി. മമ്മൂക്കയുമായ ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്നം. അതിനകത്ത് മമ്മൂക്ക സ്വപ്നത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറയുന്ന ഒരിതുണ്ട്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ആവശ്യം, സിനിമയ്ക്കല്ല. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല, നമുക്ക് ആണ് സിനിമ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക എനിക്കൊരു ഉപദേശം തരുന്നതിനെ കുറിച്ചിട്ട് ഒരു കൂടിക്കാഴ്ച സംഭവം എഴുതി. ഇതിൻ്റെ തംബ്നെയിൽ മറ്റുള്ള ആൾക്കാർ ഇതിനെ ഏറ്റുപിടിച്ചിട്ട് മമ്മൂക്ക ബാലാജിയോട് ഉടക്കിയത് എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് മതി. അപ്പൊ സ്വാഭാവിക മമ്മൂക്ക ദേഷ്യത്തോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടാണ് 1 മില്യൺ വ്യൂസ്. ഭയങ്കര വ്യൂസ് ആയിരുന്നു. തംബ്നെയിലാണ് കാര്യം. അപ്പോ സി ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ഉത്തരം. ഫസ്റ്റ് ക്ലാസ്. കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ.